ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാഷി ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു മെമന്റോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ചാണ്ട് മെമന്റോ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് MDF ഉപയോഗിച്ചാണ്ടാണ് മെമന്റോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളെ ഈ മെമന്റോന്റെ ബോഡിന്റെ ഒരു ഡമ്മി ഉണ്ടാക്കി എടുക്കുകയാണ്. കാരണം ഇനി നമുക്ക് ഇതുപോലെ വേറെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് അളവൊക്കെ എടുത്താണ്ട് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ആ ബോർഡിന്റെ മോഡലൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് പുറത്തേക്ക് ആക്കിയാണ്ട് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലാക്കിയാണ്ടല്ല കട്ട് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് ജിക്സോ ഉപയോഗിച്ചാണ്ട് ഒന്ന് കറക്റ്റ് ഷേപ്പ് ആക്കിയാണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ്ട് ഒന്ന് നിർത്തണം. എന്നിട്ട് നല്ലതൊന്ന് വൃത്തിയാക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ വല്ലാതെ വരത്തൊന്നും വേണ്ട, നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിന്റെ ബേസ് ഉണ്ടാക്കലാണ്. അപ്പൊ നമ്മളൊരു വലിയ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇമെന്നാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിതൊരു നീളമുള്ള വലിയ പീസ് ഉണ്ട് കട്ട് ചെയ്യാൻ കേട്ടോ. കാരണം അതിന്മേൽ വലിയ ഷീറ്റുമ്പോൾ ചെറിയ പീസ് എടുക്കണ്ട വിചാരിച്ചിട്ടാണ് വലിയ നീളമുള്ള പീസ് ഉണ്ട് കട്ട് ചെയ്യണേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതായത് ടാപ്പ് ഉപയോഗിച്ചാണ്ട് ഇതിന്റെ അളവ് ഒന്ന് നോക്കണം. ടാപ്പ് അളവ് നോക്കാം. ടാപ്പ് വെച്ചിട്ട് ഞാൻ അതിന്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോഡി ഇല്ല, അതായത് ആ ഡെമ്മി ബോഡി അതൊന്ന് വെച്ചാണ്ട് നമുക്ക് ഇത് എത്ര അളവ് വേണ്ടി വരും നോക്കാം. അപ്പൊ ഏകദേശം 4.5 ഇഞ്ചോളം വേണം നമുക്ക്. അപ്പൊ ഏതായാലും നമുക്ക് അവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചാണ്ട് ഒന്ന് അടയാളിട്ടേക്കാം. എന്നിട്ട് നമുക്ക് ഏതായാലും ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതായത് ആ ബോഡി ഒന്ന് അതിന്റെ മേലെ വെച്ച് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ബേസിന്റെ സൈഡും എല്ലാ ഭാഗവും ഒന്ന് കർവ് ചെയ്തെടുക്കണം. അപ്പൊ അതിനുള്ള ബിറ്റാണ് ഇട്ടത്. അപ്പൊ ഈ ബിറ്റ് ഉപയോഗിച്ചാണ്ട് നമ്മൾ റോട്ടർ ഉപയോഗിച്ചാണ്ടാണ് ഇത് കർവ് ചെയ്തെടുക്കണേ. അപ്പൊ അതെല്ലാം നമുക്ക് കർവ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ ആ ബേസിന്റെ 4 ഭാഗം കർവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ ബോഡി ഉണ്ടാക്കലാണ്. അപ്പോൾ ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ MDF ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ MDF-മേൽ നമ്മൾ പെയിന്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്മേൽ തന്നെ പെയിന്റ് ഒക്കെ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു വേറെ മോഡൽ MDF ആണ്. അപ്പോൾ ഇനി വലിയ പണിയൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഡമ്മി ഉപയോഗിച്ചാണ്ട് അതുപോലെ തന്നെ വരച്ചെടുത്താൽ മതി. അപ്പോൾ ഏതായാലും നമുക്ക് വരച്ച് കട്ട് ചെയ്യാം. അങ്ങനെ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡമ്മി ബോഡി കട്ട് ചെയ്ത പോലെ തന്നെ അത് കറക്റ്റ് ആയിട്ടൊന്നുമല്ല കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് കട്ടർ ഉപയോഗിച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഡമ്മി ബോഡിയില്ല, ആ ബോഡി അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചാണ്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് റോട്ടർമേൽ ചെയ്താൽ മതി, റോട്ടർമേൽ കട്ട് ചെയ്താൽ മതി. അപ്പം കുറച്ചും കൂടി വൃത്തിയിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഇത് ആണി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്ട്രൈറ്റ് ബിറ്റ് ഉപയോഗിച്ചാണ്ടാണ് നമ്മളിത് കട്ട് ചെയ്യണത്. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിമത്തെ ആണിയൊക്കെ ഊരാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടൊന്ന് വരത്തി കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ബേസും ബോഡിയൊക്കെ നമ്മൾ വരച്ചാണ്ടല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിന്മേൽ സീലർ അടിക്കണം. അപ്പോൾ സീലർ അടിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇത് മിനുസം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ഈ സീലർ കുറച്ചൊന്ന് ആ പാട്ടേക്ക് ആക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ്ട് നമ്മൾ ആ പാട്ടൊന്ന് തുറക്കുന്നുണ്ട്, നമ്മുടെ സീലറിൻ്റെ പാട്ട. ഇനി ഏതായാലും നമുക്ക് ഒന്ന് കുറച്ചൊന്ന് ഇതിലേക്ക് ആക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിക്ക് കുറച്ച് ടിന്നർ വെച്ച് കൊടുക്കാം. അപ്പോൾ എനാമൽ ടിന്നർ അല്ല, NC ടിന്നറാണ് കേട്ടോ ഈ സീലറിന് ഉപയോഗിക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ബേസുമലും അതുപോലെ തന്നെ നമ്മളെ ബോഡിന്റെ സൈഡ് ഭാഗത്തും എല്ലായിടത്തും നമുക്കതൊന്ന് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സീലർ അടിച്ച് കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ ഉണങ്ങാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അത് കഴിഞ്ഞിട്ടാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ സീലറൊക്കെ അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 320 ഒരു സാൻഡ് പേപ്പർ എടുത്താണ്ട് അത് നല്ലോണം ഒന്ന് വരത്തി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല മിനുസം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വരുത്തിനോടത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, വരുത്തുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെള്ള കളറായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നല്ലോണം ഒന്ന് വരുത്താം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളത് വരുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കണം ബേസുമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രൈമറൊക്കെ അടിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ബോഡിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു സപ്പോർട്ട് വെക്കണം, അത് പൊട്ടി പോകാതിരിക്കാൻ. അതിനായിട്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇപ്പം ഞാൻ വെക്കുന്നത് പോലെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ സീലറും പ്രൈമറൊക്കെ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി പെട്ടെന്ന് ഒട്ടിച്ചേക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് കിക്കാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിന് പ്രൈമർ അടിക്കലാണ്. അപ്പോൾ പ്രൈമർ നമുക്ക് ബേസുമലും അതുപോലെ തന്നെ ബോഡിൻ്റെ സൈഡ് ഭാഗത്ത് മാത്രം അടിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അത് അടിക്കാം.
ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2-3 മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങാൻ വെക്കേണ്ടി വരും. അതായത് നമുക്ക് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ പ്രൈമറൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് 320 പേപ്പർ കൊണ്ട് ഇത് നല്ലോണം വരുത്തണം, നല്ല വരുത്തി മിക്സ് ആക്കണം കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നല്ല വരുത്തി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റെഡ് പെയിന്റ് അടിക്കലാണ് ഇതിന്. അപ്പൊ റെഡൊക്കെ ഞാൻ എനാമൽ ടിന്നറും ഒക്കെ കൂട്ടിയാണ്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ഇത് അടിക്കാം. അപ്പൊ നമ്മൾ ഈ റെഡ് പെയിന്റ് 2 കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മളിങ്ങനെ സാധാ എനാമൽ പെയിന്റ് ആണ് അടിക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ പിന്നെ അടിക്കുന്നത് സ്പ്രേ പെയിന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എനാമൽ പെയിന്റ് അടിച്ചാലും മതി. അപ്പൊ ഞാനിപ്പോ ഇത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് മറ്റേ സ്പ്രേ പെയിന്റ് അടിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ റെഡ് പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളെ ബോർഡിന്റെ സൈഡ് ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിക്കണം. അപ്പൊ ഏതായാലും നമുക്ക് അടിക്കാം. അങ്ങനെ നമ്മളതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ഇത് ഉണങ്ങി കഴിക്കാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ പെയിന്റ് അടിച്ചതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സാൻഡ് പേപ്പർ വെച്ചാണ് നല്ലോണം ഒന്ന് വരുത്തി കൊടുക്കാം. അങ്ങനെ ഞാനതൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന് സ്പ്രേ പെയിന്റ് ആണ് അടിക്കേണ്ടത്. അപ്പൊ ഞാൻ റെഡ് സ്പ്രേ പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് കണ്ടത് നമ്മളെ ബ്ലാക്ക് പെയിന്റ് ആണ്. ആ ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ചാണ്ട് ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ ബേസ് മേൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ കാണാനൊരു രസം ഉണ്ടാവും. അതേപോലെ നമ്മളെ മേലത്തെ ബോർഡിന്റെ അതുപോലത്തെ കളറായി മാറി കേട്ടോ. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ പെയിന്റ് അടിച്ചതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബേസ് ഒക്കെ നമ്മളത് കറക്റ്റ് നമ്മളെ മറ്റേ ബോർഡിന്റെ അതേ കളർ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ കാരണം എന്താ വെച്ചാൽ അതിമേൽ ഞാൻ ചെറുതായിട്ട് ബ്ലാക്ക് സ്പ്രേ പെയിന്റ് ഒന്ന് വെറുതെ അടിച്ചു കൊടുത്തിനി. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ മെമെന്റോമേൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഷീറ്റിൽ ഞാൻ ഇതേ ഷേപ്പിൽ നമ്മളെ മെമെന്റോന്റെ അതേ ഷേപ്പിൽ ഒരു സ്റ്റിക്കർ പ്രിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് അതുകൊണ്ട് ഒട്ടിക്കാം അതിമേൽ. ഫ്രണ്ട്സ് ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.